ഹലോ, ഞാനിന്നൊരു സിമ്പിൾ ലഞ്ച് ഉണ്ടാക്കി. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ഉണ്ടാക്കിയത് ചമ്മന്തി മുട്ട പൊരിച്ചതാണ്. അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചമ്മന്തിക്കുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പുളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഉപ്പ്, പിന്നെ അതിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയോട് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിക്ക് നല്ല എരിവാണെങ്കിൽ നമ്മൾ ഒരു പച്ചമുളക് ചേർത്താൽ മതിയാകും. അപ്പോൾ ഇത് നമുക്ക് അമ്മിയിലോ അല്ലെങ്കിൽ മിക്സിയിലോ ഒക്കെ വെച്ച് അരച്ചെടുക്കാം. ഞാൻ മിക്സിയിലാണ് അരച്ചത്. ഇനി ഞാൻ മുട്ടയ്ക്കുള്ള കൂട്ടെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞതാണ്. അതിന് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ തട്ടുകടയിലൊക്കെ ചെയ്യില്ല, അതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എപ്പോഴും മുട്ട പൊരിക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അറിയാമല്ലോ, മുട്ട പൊരിക്കാൻ എല്ലാവർക്കും ഒന്നും ജോലിയൊന്നും അറിഞ്ഞുകൂടാത്തവർക്ക് പോലും മുട്ട പൊരിക്കാൻ വളരെ ഈസിയാണല്ലോ. ഇപ്പം ഞാനിത് ഈ റെസിപ്പി കാണിക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് കൊണ്ടാണ്. ഞാനിപ്പോൾ ആ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ്. ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ മുട്ട പൊരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ മുട്ട പൊരിച്ചതും ചമ്മന്തിയും ഒക്കെ. അപ്പോൾ ഞാൻ അരച്ചെടുത്ത ചമ്മന്തിയാണ്. ഇതേ കണ്ടോ, ചമ്മന്തി ഞാൻ അരച്ച് നല്ല ഉരുട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ കല്ലിൽ അരയ്ക്കുന്നത് പോലെ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. മിക്സിയിലാണ് ഞാൻ അരച്ചെടുത്തത്. ഇനി നമുക്കത് ചോറിന് വെച്ച് കൊടുക്കാം. ഇങ്ങനെയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണ് ഇതിങ്ങനെ കഴിക്കുക. ഇനി ഞാൻ അതിലോട്ട് വെച്ചിരിക്കുന്നത് മാങ്ങ അച്ചാറാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ ഇടുന്നതാണ്. അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ എന്ത് നല്ല ലഞ്ചാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമില്ലല്ലോ, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്